അല്ല, ഈ ഈഗോ ഒഴിവാക്കണം മന്ത്രിമാർ. ഇപ്പോൾ വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധിക്ക് ഒരു കാരണം മിസ്മാനേജ്മെന്റും മറ്റൊരു കാരണം ഈഗോ ആണ്. ഈഗോ ഒഴിവാക്കണം. നല്ല നിലയിൽ ജനങ്ങൾ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് മെഡിക്കൽ കോളേജിലും പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിലും വീടുകളിൽ നിന്നും ശേഖരിച്ച് ഡിവൈഎഫ്ഐ നൽകുന്ന പൊതിച്ചോറ്. അപ്പം അതൊരു ഈഗോയിൽ കാണാതെ അവരെ കൂടി ചേർത്ത് പിടിച്ചു പോകാനാണ് ശ്രമിക്കേണ്ടത്. ഇതുവരെ അതിനൊരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ, എല്ലാവരും പിന്തുണച്ചല്ലേ. എന്തിനാണ് നമ്മൾ അത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു വൈരനിരാധന ബുദ്ധിയോടുകൂടി പെരുമാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അർജന്റീന ഫാൻ എന്നുള്ള രീതിയിൽ ഒരു ആശങ്കയിലാണ് ഇന്നത്തെ അർജന്റീന ഫാൻ എന്നുള്ള രീതിയിൽ ഒരു ആശങ്കയാണ്. അല്ല, അത് അർജന്റീന ജയിക്കും, അതിൽ സംശയം. അർജന്റീന അല്ല, അവധി കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് പൊതുവെ അഭിപ്രായമുള്ളത്. അതെ, അവധി കൊടുക്കുന്നതാണ് നല്ലത്. അല്ല, അത് ചർച്ച ചെയ്യട്ടെ, സർക്കാർ ചർച്ച ചെയ്യട്ടെ. ഈ ഇന്ന് ദേശാഭിമാനിയിലെ VS അനുസ്മരണത്തിന്റെ ഒരു സപ്ലിമെന്ററി ഒഴിവാക്കിയാണ് ദേശാഭിമാനി അറിഞ്ഞിരിക്കുന്നത്. എന്താണ് അതിന്റെ കാരണം? അല്ല, അത് എല്ലാ നിലയിലും പ്രാധാന്യം കൊടുത്താണ് മറ്റു കാര്യങ്ങൾ ഞാൻ പരിശോധിക്കുന്നത്. അല്ല, ഈ ഈഗോ ഒഴിവാക്കണം മന്ത്രിമാർ. ഇപ്പോൾ വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധിക്ക് ഒരു കാരണം മിസ്മാനേജ്മെന്റും മറ്റൊരു കാരണം ഈഗോ ആണ്. ഈഗോ ഒഴിവാക്കണം. നല്ല നിലയിൽ ജനങ്ങൾ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് മെഡിക്കൽ കോളേജിലും പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിലും വീടുകളിൽ നിന്നും ശേഖരിച്ച് ഡിവൈഎഫ്ഐ നൽകുന്ന പൊതിച്ചോറ്. അപ്പം അതൊരു ഈഗോയിൽ കാണാതെ അവരെ കൂടി ചേർത്ത് പിടിച്ചു പോകാനാണ് ശ്രമിക്കേണ്ടത്. ഇതുവരെ അതിനൊരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ, എല്ലാവരും പിന്തുണച്ചല്ലേ. എന്തിനാണ് നമ്മൾ അത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു വൈരനിരാധന ബുദ്ധിയോടുകൂടി പെരുമാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അല്ല, അതൊരു ചർച്ച ചെയ്യാണല്ലോ. അതിന് പകരം ഇതാകെ മോശമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ എത്ര പേർ ഇതിനെ പിന്തുണച്ചിട്ടുണ്ട്, എത്ര പേർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത് നല്ലൊരു പ്രവർത്തനമാണ്. ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രദേശത്തെ വീടുകളിൽ നേരത്തെ പോയി പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇന്ന ദിവസം ആശുപത്രിയിൽ ചോറ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചോറുണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് ആ ചോറുണ്ടാക്കി പൊതിഞ്ഞ് തന്ന് അതുപോയി യുവജന വളണ്ടിയർമാർ കളക്ട് ചെയ്ത് ഒരു വാഹനത്തിൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് വളരെ നല്ല നിലയിൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നൽകുന്നത് ഒരു നല്ല പ്രവൃത്തിയല്ലേ. അതിനങ്ങനെ കണ്ടാൽ പോരെ. അതിന് എന്തിനാണ് ഇങ്ങനെ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി കാണുന്നത്? അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവജന സംഘടന നേതാക്കളുമായി ചർച്ച ചെയ്യണം. ഡിവൈഎഫ്ഐയോട് പ്രത്യേകം ചർച്ച ചെയ്തുകൊണ്ട് എങ്ങനെ അതിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളത് പരിശോധിക്കുകയാണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു അപകടം, നിലവിൽ നല്ല നിലയിൽ പോകുന്ന ഒരു സംവിധാനം ഇല്ലാതായി കഴിഞ്ഞാൽ ഭാവിയിൽ അത് അപകടം ചെയ്യും. കുറച്ച് നിങ്ങൾ തന്നെ ഈ വിഷയത്തിൽ ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തും.